പത്തനംതിട്ട ജില്ലയിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ആദ്യം ഏഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ആദ്യം ഷിഗല്ല സ്ഥിരീകരിച്ച 10 വയസ്സുകാരിയുടെ വീടിന് സമീപത്ത് തന്നെയുള്ള 8 വയസ്സുകാരിക്കാണ് ഇപ്പോൾ രോഗബാധ. കഴിഞ്ഞ ദിവസം മന്ത്രി PC വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ പത്തനംതിട്ട കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ ജില്ലയിൽ 2 കുട്ടികൾ കൂടി രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുണ്ട് എന്ന് പത്തനംതിട്ട DMO അറിയിച്ചിരുന്നു. അതിൽ ആറന്മുള സ്വദേശിനിയായ 8 വയസ്സുകാരിക്കാണ് ഇപ്പോൾ ഷിഗല്ല ബാധിച്ചിട്ടുള്ളത്. ജില്ലയിൽ മറ്റൊരു കുട്ടി കൂടി ഷിഗല്ല രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുണ്ട്. ആദ്യം ഷിഗല്ല സ്ഥിരീകരിച്ച എഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിയുടെയും ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ച 8 വയസ്സുകാരിയുടെയും ബന്ധുക്കൾക്ക് രോഗലക്ഷണങ്ങൾ ഇല്ല എന്നും രോഗബാധ സ്ഥിരീകരിച്ച 10 വയസ്സുകാരിയുടെയും 8 വയസ്സുകാരിയുടെയും നിരീക്ഷണത്തിലുള്ള കുട്ടിയുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും DMO ഡോക്ടർ L അനന്തകുമാരി അവലോകന യോഗത്തിൽ അറിയിച്ചിരുന്നു. പഴകിയ ഭക്ഷണമാണ് രോഗബാധയ്ക്ക് കാരണമായത് എന്നാണ് ഇത് സംബന്ധിച്ച ആരോഗ്യ വകുപ്പിന്റെ പ്രാഥമികമായ നിഗമനം. ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ച 8 വയസ്സുകാരിയും ആദ്യം രോഗം സ്ഥിരീകരിച്ച 10 വയസ്സുകാരിയും തലേ ദിവസത്തെ പൊറോട്ടയും ചിക്കനും കഴിച്ചിരുന്നതായും നിരീക്ഷണത്തിലുള്ള കുട്ടി പഴകിയ പപ്സ് കഴിച്ചിരുന്നതായും DMO അവലോകന യോഗത്തിൽ മന്ത്രി PC വിഷ്ണുനാഥിനെ അറിയിച്ചിരുന്നു. അവലോകന യോഗത്തിലെ തീരുമാനമനുസരിച്ച് നാളെ പത്തനംതിട്ട ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനമായി ആചരിക്കും.